നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസ് സ്പെയ്ഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഐറിഷ് പ്രസിഡന്റിന്റെ സഹോദരിയെ ഇസ്രായേൽ സൈന്യം തടഞ്ഞ സംഭവത്തെ അപലപിച്ച് രാഷ്ട്രീയ നേതാക്കൾ. ഐറിഷ് പൗരന്മാരെ കസ്റ്റഡിയിലെടുത്തത് തെറ്റും അസ്വീകാര്യവുമായ നടപടിയാണെന്ന് താവോയിസ്റ്റ് മൈക്കിൾ മാർട്ടിൻ. 2040 ആവുമ്പോഴേക്കും അയർലൻഡ് ആയിരക്കണക്കിന് അധിക ആരോഗ്യ പ്രവർത്തകരെ ആവശ്യമായി വരുമെന്ന് റിപ്പോർട്ട്. എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റേതാണ് റിപ്പോർട്ട്. ആൻഡ്രമിലെ നിരവധി സ്കൂളുകളിലേക്കും ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും ഇമെയിൽ വന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. പോലീസ് പട്രോളിംഗും ശക്തമാക്കുന്നു. ചാൾസ് രാജാവിന്റെ അയർലൻഡ് സന്ദർശനത്തെ സ്വാഗതം ചെയ്ത് പ്രസിഡന്റ് കാതറിൻ കനോലി. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഇരു രാഷ്ട്ര തലവന്മാരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡബ്ലിനിൽ കോങ്കോളിൻ സ്വദേശി മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് താവോയിസ്റ്റ് മൈക്കിൾ മാർട്ടിൻ. എഫ് സഗില എന്ന 30-കാരനാണ് മരിച്ചത്. മായോയിലെ കാസിൽ ബാറിൽ കാറിൽ നിന്ന് 18 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. സംഭവത്തിൽ 40-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡയമണ്ട് പാർക്കിലെ കളിസ്ഥലം കത്തിനശിച്ച സംഭവത്തിൽ ഊർജിത അന്വേഷണം ആരംഭിച്ചു കാർട്ട. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു. കൗണ്ടി ആൻഡ്രമിൽ ബീച്ചിൽ നിന്നും പോലീസുകാരന്റെ മൃതദേഹം കണ്ടെത്തി. ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ എന്ന് കരുതുന്ന ഉദ്യോഗസ്ഥന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സഹോദരിയെ ഇസ്രായേൽ സൈന്യം തടഞ്ഞ സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഐറിഷ് പ്രസിഡന്റ് കാതറിൻ കനോലി. സഹോദരിയെക്കുറിച്ച് അഭിമാനമുണ്ട്, എന്നാൽ അതോടൊപ്പം വലിയ ആശങ്കയുമുണ്ടെന്നാണ് കനോലിയുടെ പ്രതികരണം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്കു നേരെ നടത്തിയ ആക്രമണത്തിൽ 2 ഇന്ത്യൻ സൈനിക താവളങ്ങൾ തകർക്കപ്പെട്ടുവെന്ന നുണപ്രചാരണവുമായി പാക് സൈന്യം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നവർക്ക് 558.73 കോടി രൂപ പാരിതോഷികം നൽകുന്നതിനുള്ള ബിൽ ഇറാൻ പാർലമെന്റ് ചർച്ച ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പോവുകയാണെന്നും ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്രയ്ക്ക് പോയിരിക്കുകയാണെന്നും വിമർശിച്ച് രാഹുൽ ഗാന്ധി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത്. മന്ത്രി KM ഷാജിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സന്ദേശം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ CPO സുജിത്താണ് വിവാദ പോസ്റ്റിന് പിന്നിൽ. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിന് ആലുവയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ഇത് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ ദക്ഷിണ റെയിൽവേ പുറത്തിറക്കി. അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഏകദിന ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ശുഭ്മാൻ ഗില്ലാണ് ടീമിനെ നയിക്കുന്നത്. ടെസ്റ്റ് ടീമിൽ ഋഷഭ് പന്തിന് പകരം KL രാഹുലാണ് ഉപനായകൻ. ജൂണിൽ ആരംഭിക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള 26-അംഗ ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ അൻസലോട്ടി പ്രഖ്യാപിച്ചു. 34-കാരനായ നെയ്മർ ടീമിൽ ഇടം നേടി. സംസ്ഥാനത്ത് 22 വരെ പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത. കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ്. അയർലൻഡിൽ ഈ വാരാന്ത്യം മുതൽ താപനില വർദ്ധിക്കും. തീരപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുമുണ്ടാകാം. അടുത്തയാഴ്ച വരെ താപനില ഉയരുന്നത് തുടരുമെന്നും മെറ്റയറാൻ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.